ഇടുക്കിയുടെ വളവുകൾ നിറഞ്ഞ റോഡിലൂടെ ഒരു കാർ പതുക്കെ നീങ്ങി. രാവിലെ മഞ്ഞുമലകളെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നു. റോഡിന്റെ ഇരുവശത്തും കുന്നുകളും പച്ചപ്പും, ഇടയ്ക്കിടെ ആഴമുള്ള താഴ്വരകൾ. കാറിന്റെ പിൻസീറ്റിൽ കളക്ടർ ഗൗതം കൃഷ്ണ നിശബ്ദനായിരിക്കുന്നു. ജനലിലൂടെ ഗൗതം കൃഷ്ണ പുറത്തേക്ക് നോക്കുമ്പോൾ ഓരോ വളവും പുതിയൊരു കാഴ്ച തുറക്കുന്നു. മഞ്ഞിനിടയിൽ മറഞ്ഞ മരങ്ങൾ, ദൂരെയായി കാണുന്ന മലനിരകൾ. കാർ കയറ്റം കയറുമ്പോൾ എഞ്ചിന്റെ ശബ്ദം അല്പം കൂടി. ഇറക്കത്തിലേക്ക് എത്തിയപ്പോൾ ഡ്രൈവർ വേഗം കുറച്ചു. കാറിന്റെ ചക്രങ്ങൾ റോഡിൽ പതിഞ്ഞ് സുഖമായി മുന്നോട്ട് നീങ്ങി. കാറ്റ് ജനലിലൂടെ അകത്തേക്ക് വീശി. ഇടുക്കിയുടെ തണുപ്പ് കാറ്റിനുള്ളിൽ നിറഞ്ഞു. കാർ വീണ്ടും ഒരു വളവ് തിരിഞ്ഞു. വീണ്ടും മലനിരകളും ഇടുങ്ങിയ റോഡും. കാറിന്റെ ബാക്കിലൂടെ 2 സെക്യൂരിറ്റി വാഹനങ്ങൾ. ഹോണില്ല, ശബ്ദമില്ല, പക്ഷേ ക്രമവും ജാഗ്രതയും നിറഞ്ഞ മുന്നേറ്റം. അവരുടെ മുന്നിലാണ് കളക്ടറുടെ കാർ, ഇടുക്കിയുടെ ഇടുങ്ങിയ റോഡിലൂടെ പതുക്കെ നീങ്ങുന്നത്. പ്രദേശത്ത് കാർ എത്തിയപ്പോൾ രാവിലെ തിരക്കായിരുന്നു. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, ചുമലിൽ ചാക്കുമായി നടക്കുന്ന കർഷകർ, കട തുറക്കുന്ന വ്യാപാരികൾ. പെട്ടെന്ന് വാഹനനിര കണ്ടപ്പോൾ ആളുകൾ നിർത്തി. അവർ അത്ഭുതത്തോടെ നോക്കി. കളക്ടറുടെ വണ്ടി പോകുന്നു, എല്ലാവരും പരസ്പരം പറഞ്ഞുകൊണ്ടേയിരുന്നു. കാറിനുള്ളിൽ ഗൗതം കൃഷ്ണ നിശബ്ദനായിരുന്നു. രാവിലെ തിരക്കിനിടയിൽ ഒന്നും കഴിക്കാതിരുന്നതിൻ്റെ ക്ഷീണം മുഖത്ത്. ഡ്രൈവർ അത് ശ്രദ്ധിച്ചു. സാർ, മുന്നിലൊരു ചെറിയ കടയുണ്ട്, ഒരു ചായയെങ്കിലും സാറിന് കുടിക്കാമായിരുന്നു? ഡ്രൈവർ പതുക്കെ ചോദിച്ചു. ഒരു നിമിഷം ആലോചിച്ച ശേഷം ഗൗതം തലകുനിച്ചു. ശരി. കാർ സൈഡിലേക്ക് മാറ്റി നിർത്തി. സെക്യൂരിറ്റിമാർ ഉടനെ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഗൗതം കൃഷ്ണയ്ക്ക് കാവലായി നിന്നു. ഗൗതം കൃഷ്ണ കാറിൻ്റെ ഡോർ തുറന്നു. പഴയ ഒരു ചെറിയ തട്ടുകടയിലേക്ക് പോയി അവിടെ ബെഞ്ചിലിരുന്നു. ചുറ്റും സെക്യൂരിറ്റികൾ അവനെ ചുറ്റിപ്പറ്റി നിന്നു. അപ്പോൾ ഒരു കുട്ടി മുൻപോട്ട് വന്നു. എന്ത് വേണം കഴിക്കുവാൻ? കുട്ടി ചോദിച്ചു. ഗൗതം കൃഷ്ണ പതുക്കെ പറഞ്ഞു, ഒരു ചായ. കുട്ടി ഒന്നും ചോദിക്കാതെ നേരെ അടുക്കളയിലേക്ക് ഓടി. മീര ചേച്ചി, ഒരു ചായ. ആ പേര് കേട്ട നിമിഷം ഗൗതം ഒരു നിമിഷം ഒന്ന് തല ഉയർത്തി. അടുക്കള വശത്ത് നിന്ന് ഒരു യുവതി പുറത്തേക്ക് വന്നു, ചായകളുമായി. ഒരു നിമിഷം മാത്രം അവരുടെ കണ്ണുകൾ പരസ്പരം തമ്മിൽ കണ്ടു. ഗൗതം ഒന്ന് ഞെട്ടി. അതെ, വർഷങ്ങൾക്ക് മുമ്പ് അവനുപേക്ഷിച്ച അവൻ്റെ ഭാര്യ മീര. അതേ മുഖം, അതേ കണ്ണുകൾ. ഗൗതം ഒന്നും പറഞ്ഞില്ല. ശബ്ദം പോലും പുറത്തു വന്നില്ല. അവൻ ഒരു നിമിഷം ബെഞ്ചിൽ നിശബ്ദനായി നിന്നു. അവൻ എന്തു പറയണമെന്നറിയാതെ. എന്നാൽ മീരയാകട്ടെ ഗൗതമിനെ കണ്ടിട്ടും കാണാത്ത രീതിയിൽ തന്നെ ചായ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് തിരിഞ്ഞുപോയി. ഒരു നിമിഷം ഗൗതം പഴയ ഓർമ്മകളിലേക്ക് പോയി. സ്നേഹിച്ച് മീരയെ വിവാഹം കഴിച്ചു. നാട്ടിൻപുറത്തെ ലളിതമായ ജീവിതം, ചെറിയ വീട്ടിലെ വലിയ സ്നേഹം. പഠിക്കുവാൻ ഏറെ ഇഷ്ടമുള്ള ഗൗതം, കുട്ടിക്കാലം മുതലുള്ള അവൻ്റെ ആഗ്രഹങ്ങൾ മീര മനസ്സിലാക്കി. മറ്റു വീടുകളിൽ വീട്ടു ജോലി ചെയ്തും തളർന്നു വീഴാതെ, പരാതിയില്ലാതെ ഗൗതത്തിൻ്റെ സ്വപ്നം സ്വന്തമാക്കുവാൻ വേണ്ടി മീര കഠിനാധ്വാനം ചെയ്തു. ഒടുവിൽ ഗൗതം കഷ്ടപ്പെട്ട് പഠിച്ചു കളക്ടറായി. അന്ന് അവർ രണ്ടുപേരും സന്തോഷത്തിലായിരുന്നു. പിന്നീട് അവർ നഗരത്തിലേക്ക് പോയി. നഗരത്തിലേക്ക് മാറിയപ്പോൾ ഗൗതം ആകെ മാറി. പുതിയ വീടുകൾ, പുതിയ ആളുകൾ, വലിയ വലിയ പാർട്ടികൾ എല്ലാം കൂടി ഒരുമിച്ച് വന്നു. VIP വിരുന്നുകൾ, മീരയുടെ വേഷം, നടപ്പ്, സംസാര ശൈലി എല്ലാം ചർച്ചയായി. ഒരു കളക്ടറുടെ ഭാര്യയ്ക്ക് ഇതൊന്നും പോരാ. ചിരികൾ, അവഹേളനകൾ. മീര എല്ലാം സഹിച്ചു. പക്ഷേ ഗൗതം, അവനും മാറിത്തുടങ്ങിയിരിക്കുന്നു. ഗൗതമിൻ്റെ ലോകം പദവിയായി, അഭിമാനമായി, അധികാരമായി. ഗൗതം മീരയെ വെറുക്കുവാൻ തുടങ്ങി. മീര ഒരു അപമാനമായി മാറി. ഒടുവിൽ ഒരു രാത്രി നിശബ്ദമായി ഗൗതം മീരയോട് പറഞ്ഞു, നീ എനിക്ക് ചേരുകയില്ല. എൻ്റെ പദവിക്കും സ്റ്റാറ്റസിനും നീ ഒരിക്കലും ചേരുകയില്ല. നമുക്ക് പിരിയാം. മീര അവനെ ഒരു നിമിഷം ഒന്ന് നോക്കി. വാക്കുകളില്ല, കണ്ണുനീരില്ല. അവൾ തിരിഞ്ഞു നടന്നു, വാതിൽ തുറന്നു. ഒരിക്കൽ പോലും പിന്നോട്ട് തിരിഞ്ഞു നോക്കാതെ അവൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി. അവൻ്റെ ഓർമ്മകളെല്ലാം ഒരു മിന്നായം പോലെ വന്നു. പെട്ടെന്ന് ഡ്രൈവർ വന്ന് വിളിച്ചു. സാർ, പോകുവാനുള്ള സമയമായി. ഗൗതം ഒന്ന് ഞെട്ടി. ഓർമ്മകളെ പൊട്ടിത്തെറിച്ച് ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് അവനൊന്ന് വീണു. അവൻ്റെ മുന്നിൽ കാർ, സെക്യൂരിറ്റി, ജനക്കൂട്ടം. നീർന്ന ഹൃദയത്തോടെ അവൻ കാറിൽ കയറി. കാർ മുന്നോട്ട് നീങ്ങി. പിന്നിൽ ഒരു ജീവിതം, അവൻ തന്നെ ഉപേക്ഷിച്ച അവൻ്റെ ജീവിതം. കാർ പതുക്കെ മുന്നോട്ട് നീങ്ങി. ഗ്രാമവഴി പിന്നിലായി. ഹോൺ ശബ്ദവും ആളുകളുടെ മുഖങ്ങളും അകന്നു. ഗൗതം കൃഷ്ണയുടെ കൈ സ്വാഭാവികമായി മടിയിൽ വെച്ചിരിക്കുന്ന ഫയലിലേക്ക് പോയി. അവനത് തുറന്നു. റോഡ് വീതി കൂട്ടുവാനുള്ള സർക്കാർ പ്രൊജക്റ്റ്. ഇടുക്കിയിലേക്ക് കടന്നു പോകുന്ന പ്രധാന പാത. അനധികൃതമായി റോഡിൽ കടവെച്ചിരിക്കുന്ന ചെറിയ കടകൾ പൊളിച്ചു നീക്കണം എന്ന് കറുത്ത അക്ഷരങ്ങളിൽ എഴുതിയിരിക്കുന്നു. ഓരോ പേജും ഗൗതം കൃഷ്ണൻ മറച്ചു നോക്കി.
ആ ലിസ്റ്റിൽ കടകൾ, കടയുടെ നമ്പറുകൾ, സ്ഥാനനാമങ്ങൾ, ഉടമയുടെ പേരുകൾ. അപ്പോൾ ഗൗതം കൃഷ്ണൻ്റെ കണ്ണുകളിൽ അവിടെ നിശ്ചലമായി. അതെ, മീരയുടെ പേരും അവളുടെ ചായക്കടയും ആ ലിസ്റ്റിലുണ്ട്. ഒരു നിമിഷം ശ്വാസം പോലും നിൽക്കുന്നത് പോലെ തോന്നി ഗൗതം കൃഷ്ണയ്ക്ക്. അവൻ്റെ കൈകൾ അല്പം വിറച്ചു. ഫയൽ മടിയിലേക്ക് വീണു. വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ വാക്കുകൾ കൊണ്ട് അവളുടെ ജീവിതം തകർന്നു. ഇപ്പോൾ തൻ്റെ ഒപ്പിലൂടെ അവളുടെ ഉപജീവനവും തകരുവാൻ പോകുകയാണ്. ഗൗതം കൃഷ്ണയുടെ നെഞ്ചിൽ ഒരു കനം നിറഞ്ഞു. ഞാൻ കാരണം അവളുടെ ജീവിതം ഒരിക്കൽ തകർന്നു, ഇപ്പോൾ വീണ്ടും തകരുവാൻ പോകുന്നു. കാറിൻ്റെ ജനലിലൂടെ പാവപ്പെട്ടവരെ ചെറിയ കടകൾ ഓരോന്നായി പിന്നിലേക്ക് പോകുന്നത് ഗൗതം കൃഷ്ണ കണ്ടു. ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന ചോദ്യം അവൻ്റെ ഉള്ളിൽ മുഴങ്ങി. കാർ മുന്നോട്ട് നീങ്ങി. പക്ഷെ ഗൗതം കൃഷ്ണ അവിടെ തന്നെ. എന്ത് തീരുമാനമെടുക്കുമെന്ന് അവനെ വിഷമത്തിലാക്കി. മറുഭാഗത്ത് മീരയുടെ കടയുടെ മുന്നിലെ റോഡിലൂടെ ലൗഡ് സ്പീക്കറിലെ അറിയിപ്പ് മുഴങ്ങി. സർക്കാർ റോഡ് കൈവശം വെച്ചിരിക്കുന്ന ചെറിയ കട പണിതിട്ടുള്ളവർ ഇന്ന് തന്നെ കടകൾ ഒഴിയണം. അല്ലാത്ത പക്ഷം നാളെ അധികൃതർ വന്ന് ഒഴിപ്പിക്കും. ശബ്ദം ഗ്രാമവഴിയിൽ മുഴങ്ങി. വീണ്ടും വീണ്ടും ആ വാക്കുകൾ കേട്ടതോടെ കടകിലെ ചുറ്റുമുള്ള ഗ്രാമവാസികൾ ഞെട്ടി. ആളുകൾ അവരുടെ സാധനങ്ങൾ നിറകണ്ണുകളോടെ പുറത്തേക്കെടുത്തു. ചായക്കപ്പുകൾ, പാത്രങ്ങൾ, പലചരക്കു സാധനങ്ങൾ, വർഷങ്ങളായി കൂട്ടിച്ചേർത്ത ജീവിതത്തിൻ്റെ ചെറിയ ഭാഗങ്ങൾ. ചിലർ കരഞ്ഞു, ചിലർ ദേഷ്യപ്പെട്ടു, ചിലർ നിശബ്ദമായി നോക്കി നിന്നു. പക്ഷേ മീര മാത്രം അവളുടെ കടയിൽ തന്നെ നിന്നു. അവൾ ആ അറിയിപ്പ് ശ്രദ്ധിക്കുന്നില്ല. കേൾക്കാത്ത ഭാഗത്തിൽ തന്നെ അവൾ കടയിലെ ജോലികൾ തുടർന്നിരിക്കുകയാണ്. ആ ചെറിയ കട അതൊരു കട മാത്രമല്ല, അവളുടെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ സ്വപ്നമായി കൊണ്ടു നടന്നിരുന്ന കട, അവളുടെ ഏക വരുമാനം. അച്ഛൻ പോയി, പക്ഷേ അച്ഛൻ്റെ ആ ഓർമ്മ, ഈ കട, അത് മാത്രമുണ്ട് ഇപ്പോൾ അവൾക്ക്. ഓരോ കടയിലെ ഓരോ മുക്കിലും മൂവിലും അച്ഛൻ്റെ സ്പർശം, ഓരോ ചായക്കപ്പും അവളുടെ അച്ഛൻ്റെ ശബ്ദം. ഇത് ഒരിക്കലും പൊളിക്കുകയില്ല, അവൾ മനസ്സിൽ വിശ്വസിച്ചു. അവൾക്ക് പ്രതീക്ഷയുണ്ട്, ദൈവമുണ്ട്, അവൾ ഒറ്റയ്ക്കല്ല. അവളുടെ കണ്ണുകൾ ആകാശത്തേക്കുയർന്നു, വാക്കുകളില്ലാതെ. എന്നാൽ ചുറ്റും ആളുകൾ അവരുടെ സാധനങ്ങൾ എടുത്തു നീക്കുന്നു. മീര മാത്രം അവളുടെ കടയിൽ അതുപോലെ തന്നെ നിന്നു. ഗൗതം ഓഫീസിലെത്തി. മുറിയുടെ നിശബ്ദത, മേശമേൽ ഫയലുകളും രേഖകളും. അവൻ ഓരോ പേജും ശ്രദ്ധയോടെ തുറന്നു. റോഡ് വീതി കൂട്ടൽ പ്രൊജക്റ്റ്, ഒഴിപ്പിക്കേണ്ട കെട്ടിടങ്ങളുടെ ലിസ്റ്റ്. അവൻ്റെ കണ്ണുകൾ പേരുകളിൽ നിന്ന് പേരുകളിലേക്ക് നീങ്ങി. അപ്പോൾ അവൻ ശ്രദ്ധിച്ചു, റോഡരികിൽ തന്നെ അനധികൃതമായി കെട്ടിടങ്ങൾ വെച്ചിരിക്കുന്ന വലിയ വലിയ കമ്പനികളുടെ പേരുകൾ ഈ ലിസ്റ്റിലില്ല. ഇവിടെയുള്ളത് ചെറിയ കടകൾ, പച്ചക്കറി കടകൾ, പാവങ്ങളുടെ ജീവിതം. ഗൗതമിൻ്റെ നെഞ്ചിൽ ഒരു കനം നിറഞ്ഞു. ഫയൽ അടച്ചു. ഒരു ശക്തമായ തീരുമാനം അവൻ്റെ മനസ്സിൽ പിറന്നു. പിറ്റേ ദിവസം രാവിലെ ഗ്രാമവഴികൾ JCBയുടെ ശബ്ദം മുഴങ്ങി. കടകൾ പൊളിക്കുവാനായി വണ്ടികളെത്തി. ആളുകളെല്ലാം റോഡരികിൽ നിന്നു നിറകണ്ണുകളോടെ. ചിലർ സാധനങ്ങൾ എടുത്തു, ചിലർ കൈകൂപ്പി, ചിലർ ഒന്നും പറയാതെ. പക്ഷേ മീര മാത്രം അവളുടെ കടയിൽ ചായ വയ്ക്കുന്നു, പാത്രങ്ങൾ അടക്കി ഒതുക്കി വയ്ക്കുന്നു, തീ കത്തുന്നു. JCB അടുത്തേക്ക് നീങ്ങുമ്പോൾ അവൾ പുറത്തേക്ക് വന്നു. കണ്ണുകളിൽ ദേഷ്യം, ശബ്ദത്തിൽ ഉറപ്പ്. ഇത് ഒരിക്കലും നടക്കുകയില്ല. ഞങ്ങൾ പാവങ്ങളുടെ കടകൾ നിങ്ങൾക്ക് ഒഴിപ്പിക്കുവാൻ പറ്റുകയുള്ളോ? ഇത്ര വലിയ വലിയ കടകളൊക്കെയുണ്ട് ഇവിടെ, നിങ്ങൾക്ക് അതൊന്നും ഒഴിപ്പിക്കുവാൻ പറ്റുകയില്ല. ആ വാക്കുകൾ ഗ്രാമവഴികൾ മുഴങ്ങി. അതേ നിമിഷം ഒരു കാർ അവിടെ നിർത്തി. കാറിൻ്റെ ഡോർ തുറന്നു. അതെ, ഗൗതം കൃഷ്ണ പുറത്തേക്കിറങ്ങി. നിർത്തൂ, അവൻ ശക്തമായി പറഞ്ഞു. JCB നിശ്ചലമായി. ആളുകളെല്ലാം ഒരു നിമിഷം ഞെട്ടി. ഗൗതം മുന്നോട്ട് നടന്നു. അവൻ്റെ കണ്ണുകളിൽ മീരയിലേക്ക് പോയി. മീര അവനെ നോക്കി ഒന്നും പറഞ്ഞില്ല, ഒരു വാക്കുമില്ല. അവൾ തിരിഞ്ഞ് വീണ്ടും കടയിലേക്ക് കയറി. അവളുടെ പിൻവാങ്ങൽ ഗൗതം ഒന്നു നോക്കി നിന്നു. അവിടെ വാക്കുകളില്ല, ഒരു യുദ്ധമില്ല, ഒന്നുമില്ല. കളക്ടർ ഉത്തരവിട്ടു, ഈ ജോലി താൽക്കാലികമായി നിർത്തിവെക്കൂ. ഇവിടെ ആരുടെ കടകളൊന്നും ഇപ്പോൾ താൽക്കാലികമായി പൊളിക്കരുത്. കളക്ടറുടെ ആ ഉത്തരവ് കേട്ട ശേഷം തന്നെ JCB ഓഫ് ചെയ്തു. ഉദ്യോഗസ്ഥർ പരസ്പരം തമ്മിൽ നോക്കി. ആളുകൾ ശ്വാസം വിട്ടു. ഗൗതം വീണ്ടും ഒരു നിമിഷം മീരയിലേക്ക് നോക്കി. ഒന്നും പറഞ്ഞില്ല. വാക്കുകൾക്ക് അവസാനമില്ലായിരുന്നു. അവൻ തിരിഞ്ഞു നടന്ന് കാറിൽ കയറി. കാർ പതുക്കെ മുന്നോട്ട് നീങ്ങി. പിന്നിൽ നിന്ന് നോക്കിയ മീര ഒന്നും പറഞ്ഞില്ല. അവളുടെ മുഖത്ത് വിജയമില്ല, ഉറപ്പ് മാത്രം. പക്ഷേ അത് അവിടെ തീർന്നില്ല. അന്ന് വൈകിട്ട് തന്നെ വലിയ പ്രമാണികൾ, രാഷ്ട്രീയക്കാർ,
കമ്പനിയുടെ ആളുകൾ എല്ലാം ഗൗതമത്തിന് എതിരായി തിരിഞ്ഞു. വികസനം തടയുന്ന കളക്ടർ, നിയമം ലംഘിച്ചു, സ്വേച്ഛാധിപക്ഷം, വ്യാജവാർത്തകൾ ഒന്നിനു പിറകെ ഒന്നായി പടർന്നു. മീഡിയ, ചാനലുകൾ, ചർച്ചകൾ. ഒരു കടയ്ക്കായി സർക്കാർ പ്രൊജക്റ്റ് നിർത്തി. ഒരു പെണ്ണിന് വേണ്ടി സർക്കാരിൻ്റെ ഒറ്റുകൊടുത്തു. ഇതിന് പിന്നിൽ എന്താണ്? ഗൗതമത്തിൻ്റെ പേരിന് മുന്നിൽ ചോദ്യചിഹ്നങ്ങൾ. ഓഫീസിലെ മുറിയിൽ അവൻ ഒറ്റയ്ക്കിരുന്നു. ഒരു വശത്ത് നിയമം, മറുവശത്ത് മനസാക്ഷി. പുറത്ത് ശബ്ദങ്ങൾ ഉയരുമ്പോൾ അകത്ത് ഗൗതം നിശബ്ദനായി. ഒരു തീരുമാനത്തിൻ്റെ വില അവനിപ്പോൾ അടയ്ക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. അന്ന് രാത്രി ഗ്രാമവഴികൾ നിശബ്ദമായിരുന്നു. കടകൾ അടഞ്ഞു. റോഡിൽ ഇടയ്ക്കിടെ കടന്നു പോകുന്ന വണ്ടികളുടെ ദൂരശബ്ദം മാത്രം. മീരയുടെ ചെറിയ കടയുടെ മുന്നിൽ നിശ്ചലമായി നിൽക്കുന്നു. ഗൗതം പദവിയില്ലാത്ത ഒരാളായി, കളക്ടറല്ല, ഒരു കുറ്റബോധമുള്ള മനുഷ്യനായി അവൻ അകത്തേക്ക് കയറി. കടയുടെ മുൻപിൽ തന്നെ അവൻ നിന്നു. മീര ശബ്ദം ഇടറിയിരുന്നു. അവൾ തിരിഞ്ഞു നോക്കി. ഒരു നിമിഷം രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല. പിന്നീട് ഗൗതം പതുക്കെ പറഞ്ഞു, ഞാൻ ചെയ്തത് എല്ലാം തെറ്റായിരുന്നു. നിന്റെ ജീവിതം ഞാൻ തകർത്തു. അവൻ്റെ ശബ്ദം വിറച്ചു. പദവി പോയാലും എനിക്ക് പ്രശ്നമില്ല. ഇനി ഒരിക്കലും ഞാൻ നിന്നെ വേദനിപ്പിക്കുകയില്ല. ആ വാക്കുകൾ മീരയുടെ ഹൃദയത്തിലേക്ക് നേരെ വീണു. വർഷങ്ങളായി അവൾ കെട്ടിപ്പൂട്ടിയ വേദന, ദേഷ്യം, നിശബ്ദം ഒരു നിമിഷം കൊണ്ട് അലിഞ്ഞു. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ മുന്നോട്ട് വന്നു. ഒന്നും പറഞ്ഞില്ല. ഗൗതമത്തെ അവൾ ചേർത്ത് പിടിച്ചു. പൊട്ടിക്കരഞ്ഞു. വർഷങ്ങളായി അവൾ ഒറ്റയ്ക്ക് കരഞ്ഞ എല്ലാ രാത്രികളും അവൾ ഒരുമിച്ച് പുറത്തേക്ക് വന്നു. ഗൗതം അവളെ അങ്ങനെ തന്നെ ചേർത്ത് പിടിച്ചു. മാപ്പ് ചോദിച്ച ഓരോ മനുഷ്യനും ക്ഷമിച്ച ഒരു ഹൃദയവും ആ ഗ്രാമവഴിയിൽ ആ രാത്രി അന്ന് ഒരുമിച്ചു. ചുറ്റും നിശബ്ദത, മുകളിലേക്ക് നക്ഷത്രങ്ങൾ മാത്രം. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം ആ ഒരു രാത്രി ഒന്നിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ വാർത്ത പടർന്നു. ഗൗതം കൃഷ്ണൻ താൽക്കാലികമായി കളക്ടർ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം. ചാനലുകളിൽ അതൊരു ബ്രേക്കിംഗ് ന്യൂസായി വന്നു. ഗ്രാമവഴികളിലും അത് ചർച്ചയായി. പക്ഷേ ഗൗതം വിഷമിച്ചില്ല. കാറും ഓഫീസും പദവിയും അവൻ്റെ മനസ്സിലുണ്ടായില്ല. അവൻ്റെ മനസ്സിൽ മീരയുടെ കടയും മീരയുടെ ജീവിതവും മാത്രമായിരുന്നു. രാവിലെ ചായയുടെ മണവും ഗ്രാമത്തിൻ്റെ ഉണർവും അവിടെയുണ്ടായിരുന്നു. ഗൗതം നേരെ മീരയുടെ ആ ചെറിയ ഗ്രാമത്തിലെ മീരയുടെ കടയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ ആളുകൾ ആദ്യമൊന്ന് അമ്പരന്നു. പിന്നെ ഓരോരുത്തരായി മുന്നോട്ട് വന്നു. ഗ്രാമവാസികൾ ഗൗതമത്തെ ചേർത്ത് പിടിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സാറിൻ്റെ പദവി നഷ്ടപ്പെട്ടത്. അവരെല്ലാവരും നിറകണ്ണുകളോട് കൂടി പറഞ്ഞു. ഗ്രാമവാസികളുടെ വാക്കുകൾ, ആദരം, കണ്ണുകളിലെ കൃതജ്ഞത. ഗൗതം ഒന്നും പറഞ്ഞില്ല. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കടയ്ക്കുള്ളിൽ നിന്ന് മീര എല്ലാം കണ്ടു. മീരയുടെ മുഖത്ത് നിശബ്ദമായൊരു പുഞ്ചിരി. അന്ന് രാവിലെ ഗൗതം കളക്ടറല്ലായിരുന്നു. അവൻ ഗ്രാമത്തിൻ്റെ ഒരാളായി മാറി. പദവിയില്ലെങ്കിലും ഗൗതം മീരയുടെ കൂടെ സന്തോഷത്തോടെ കഴിഞ്ഞു. ദിവസങ്ങൾ മാസങ്ങളായി മാറി. ഗ്രാമജീവിതം അവനെ വീണ്ടും ഒരു മനുഷ്യനാക്കി. രാവിലെ ചായ, ഗ്രാമവാസികളോടൊപ്പമുള്ള സംസാരങ്ങൾ, മീരയുടെ കടയിലെ നിശബ്ദമായ സന്തോഷം. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. ഒടുവിൽ കോടതിക്ക് വ്യക്തമായി മനസ്സിലായി, ഗൗതം എടുത്ത എല്ലാ തീരുമാനങ്ങളും നിയമപരമായതും നീതിക്കുള്ളതായിരുന്നുവെന്ന്. വാർത്തകൾ വീണ്ടും പടർന്നു. ഗൗതം കൃഷ്ണയ്ക്ക് കളക്ടർ ജോലി പിന്നെയും തിരികെ ലഭിച്ചു. അന്ന് അവർ രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല. പുഞ്ചിരി മാത്രമായിരുന്നു. പിന്നീട് മീരയുടെ ചെറിയ കട അരികിൽ തന്നെ മറ്റൊരു കട കൂടി ഉയർന്നു വന്നു. പാവപ്പെട്ട സ്ത്രീകളെ മുന്നിൽ നിർത്തി ചെറിയൊരു ഹോട്ടൽ. അതിൻ്റെ എല്ലാം നടത്തിപ്പ് മീരയ്ക്കായിരുന്നു. ആ സ്ത്രീകളുടെ എല്ലാ ആശ്രയം, ആത്മവിശ്വാസം എല്ലാം മീരയായി മാറി. ഗൗതമിൻ്റെ കളക്ടർ ജോലി തിരികെ ലഭിച്ചു. ഗൗതം കളക്ടർ ജോലിയിൽ ഒഴിവ് കിട്ടുമ്പോഴെല്ലാം അവൻ മീരയുടെ ആ കടയിലേക്ക് ഓടിയെത്തും. അവിടെ അധികാരമില്ല, പദവിയില്ല, സ്നേഹം മാത്രം, സന്തോഷം മാത്രം. ഇടുക്കിയുടെ ഗ്രാമവഴിയിൽ അവരുടെ ജീവിതം അങ്ങനെ തന്നെ സൗമ്യമായി മുന്നോട്ട് പോയി. സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം, സന്തോഷം നിറഞ്ഞ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. പദവിയും അധികാരവും താൽക്കാലികമാണ്. നീതി, മനസാക്ഷി, മനുഷ്യസ്നേഹം ഇവയാണ് ശാശ്വതം. സ്വാർത്ഥതയല്ല, നീതിക്കാണ് വഴികാട്ടിയെങ്കിൽ നഷ്ടങ്ങൾ വന്നാലും ഒടുവിൽ നമ്മൾ വിജയത്തിലെത്തും. മനുഷ്യനായി നിലകൊള്ളുമ്പോൾ ജീവിതം തന്നെ നമുക്ക് ഒപ്പം നിൽക്കും. അതിന് നല്ലൊരു ഗുണപാഠമാണ് ഈയൊരു കഥ.